പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഈ ദിവസം ഞങ്ങൾക്ക് നിങ്ങൾക്ക് നൽകാനുള്ള വലിയ വാർത്തയുടെ സമയത്തിലേക്ക് പോവുകയാണ്. ദ ബിഗസ്റ്റിലേക്ക്. LDF-നോട് ഇടഞ്ഞും UDF-നോട് വിലപേശിയും ലത്തീൻ കത്തോലിക്ക സഭ. കൊച്ചി നിയമസഭാ മണ്ഡലത്തിൽ ലത്തീൻ കത്തോലിക്കൻ അല്ലാത്തയാളെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിക്കുന്നതിനോട് സഭയ്ക്ക് കടുത്ത വിയോജിപ്പ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കൊച്ചിയിൽ പരിഗണിക്കുന്നു എന്ന വാർത്തകൾക്കിടെയാണ് സഭയുടെ പ്രതികരണം. എറണാകുളവും കൊച്ചിയും വൈപ്പിനും സമുദായ അംഗങ്ങൾക്കായി മാറ്റിവെക്കണമെന്നാണ് ആവശ്യം. ലത്തീൻ സഭാ വക്താവ് ജോസഫ് ജൂഡിന്റെ വാക്കുകളിലേക്ക്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ സ്വാഭാവികമായും അവർ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒരു സാമുദായിക പരിഗണന പ്രത്യേകിച്ച് അത് പരിഗണിക്കാറുണ്ട്. അങ്ങനെ പരിഗണിക്കാൻ 2 മണ്ഡലങ്ങൾ കൊച്ചിയും എറണാകുളവും ആ രീതിയിൽ പരിഗണിക്കുന്ന മണ്ഡലങ്ങളാണ്. ആ പരിഗണന മാറ്റി ചിന്തിക്കേണ്ട ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല. അത്തരത്തിൽ തന്നെ ചിന്തിക്കുമെന്നാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ചിന്തിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ നയത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് തന്നെ സമുദായം ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങളോട്, സമുദായം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളോട്, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ താല്പര്യങ്ങളോട് ഏത് വിധത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കുന്നത്, ആ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രായോഗികമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നത്. ഇതേപോലെയുള്ള ധാരാളം പ്രശ്നങ്ങൾ, സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിന് മുൻപിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അതിനോടൊന്നും ഒരു പോസിറ്റീവായിട്ടുള്ള ക്രിയാത്മകമായ ഒരു പ്രതികരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രായോഗികമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുമ്പോൾ പ്രതിഫലിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനിൽ ജോർജ് വിവരങ്ങളുമായിട്ടുണ്ട്. അനിൽ, ഇപ്പം നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതേ ഉള്ളൂ, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വരും. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ തന്നെ കോൺഗ്രസ് പുറത്തിറക്കാൻ പോവുകയാണ്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെയൊക്കെ പരിഗണിച്ച് ഏറെക്കുറെ അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കി നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ സഭയുടെ നിലപാട് കൂടി വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ മുന്നണിക്ക് മേലുള്ള ഒരു സമ്മർദ്ദതന്ത്രമായി വിലയിരുത്താമല്ലേ ഈ പ്രതികരണങ്ങളെ? തീർച്ചയായും ചെയ്തു. ലത്തീൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ കാലങ്ങളിലും ചില മണ്ഡലങ്ങളുടെ പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. അവരുടെ സ്ഥാനാർത്ഥികൾ തന്നെ വേണമെന്ന് ഉറച്ച വാശി പിടിക്കാറുമുണ്ട്. കഴിഞ്ഞ തവണ അത് വളരെ വ്യക്തമായിരുന്നു. കഴിഞ്ഞ തവണയും അതിനു മുമ്പുള്ള സമയത്തും കൊച്ചി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ നിലയിൽ അവർ അത്തരം അവകാശവാദം ഉന്നയിച്ചു. അത് ലത്തീൻ കത്തോലിക്ക സ്ഥാനാർത്ഥി എന്നത് മാത്രം പോരാ, കൊച്ചി രൂപതക്കാരനായ ലത്തീൻ കത്തോലിക്ക സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് കോൺഗ്രസിനോട് അന്നത്തെ കൊച്ചി രൂപത ബിഷപ്പ് തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസ് അതിന് വഴങ്ങിയില്ല. ലത്തീൻ കത്തോലിക്ക സ്ഥാനാർത്ഥിയെ നിർത്തി. പക്ഷേ സഭ ഒന്നാകെ തിരിഞ്ഞ് വോട്ട് ചെയ്യുന്ന സാഹചര്യം അവിടെയുണ്ടായി. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലത്തീൻ കത്തോലിക്ക സഭ വീണ്ടും ഒരു അവകാശവാദം കോൺഗ്രസിന് മുമ്പാകെ വെക്കുന്നത്. ഒപ്പം തന്നെ LDF സർക്കാരിനോട് മമതയില്ല എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. സർക്കാരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന് മുമ്പ് ആവശ്യപ്പെട്ടു, പക്ഷേ അതിൽ ഒന്നും തന്നെ നടപ്പാക്കി കിട്ടിയില്ല. അതിനാൽ ഇനിയും ഒരു അവകാശവാദത്തിനോ കാര്യങ്ങൾക്കോ തങ്ങളോട് LDF സർക്കാർ വരേണ്ടതില്ല എന്ന നിലയിൽ തന്നെയാണ് ലത്തീൻ കത്തോലിക്ക സമുദായം കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഇതിനൊപ്പം ലത്തീൻ കത്തോലിക്ക സഭ ഇത്തവണ കുറച്ചുകൂടി കടന്ന അവകാശവാദം കൂടി കോൺഗ്രസിന് മുമ്പാകെ വെക്കുന്നുണ്ട്. അതായത് എറണാകുളവും കൊച്ചിയും മാത്രം പോരാ, വൈപ്പിൻ മണ്ഡലം കൂടി ലത്തീൻ കത്തോലിക്ക സമുദായത്തിലെ ആളുകളെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് തയ്യാറാകണമെന്ന ആവശ്യം കൃത്യമായി അവർ ഉന്നയിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു സമീപനം കോൺഗ്രസ് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഈ മണ്ഡലങ്ങൾ കോൺഗ്രസിന് നഷ്ടപ്പെടും എന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. കൊച്ചിയിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പരിഗണിക്കുന്നു എന്ന വാർത്ത വരുന്നതാണ് ലത്തീൻ കത്തോലിക്ക സഭയെ ഇത്രയേറെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഉള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ചെയ്തു. ശരി, ഓക്കെ. അനിൽ